കാര്യം ഞാനൊരു ബൊഗേൻവില്ല പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യാൻ നോക്കിയാണ്. പക്ഷേ അത് സക്സസ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒന്ന് ചെയ്ത് നോക്കാം. ഈ ബൊഗേൻവില്ലയാണ് കേട്ടോ. ഇത് വളർന്ന് കുറേ നാടനാണ്, കുറേ വളർന്നു പൂവുണ്ട്. ഇപ്പോൾ ഇവിടെ വെച്ചാണ് ഞാനത് മുറിക്കാൻ പോകുന്നത്. നല്ല കനമുള്ളൊരു കമ്പാണ്, മുറിച്ചെടുത്തു.
നല്ലപോലെ സെല്ലോ ടേപ്പ് വെച്ച് മുറുക്കി കെട്ടണം. പക്ഷെ ഇതെല്ലാം മുറിച്ച് കളയണമായിരുന്നല്ലേ. അന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വെള്ള അടീനിയം ഇത് ചീഞ്ഞ് പോയെന്ന്. അത് ഇത്രയും ഭാഗം അതൊരു ചീഞ്ഞതാണ്. ചീഞ്ഞ് ഉണങ്ങിപ്പോയി. ചീഞ്ഞ് ഉണങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പ്രൂൺ ചെയ്യാൻ പോവുകയാണ്. ബ്ലേഡ് വെച്ചാണ് ചെയ്യുന്നത്. കണ്ടു നല്ലതുപോലെ ചീഞ്ഞത്, അകത്ത് കേടായി. സാബാണേ. സാബ് ഒരു ഫംഗിസൈഡാണെന്ന് അറിയാമല്ലോ, നല്ലതാണ് ഇത്. ഈ മുറിവിൽ നമുക്ക് പുരട്ടി കൊടുക്കാം. ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വരുന്ന മുറിവ് പോലെ തന്നെയാണ് അവർക്ക് വരുന്നത്. അപ്പോൾ ഞാൻ തന്നെ ക്ലീൻ ചെയ്തു. മുറിവിൽ നമുക്കിത് പുരട്ടാം. സാബ് പുരട്ടിയാണ്. മനുഷ്യർക്ക് വരുമ്പോൾ തന്നെ അവർക്ക്
അസുഖങ്ങൾ വരുന്നതും കേടാവുന്നതും. പക്ഷേ നമ്മളെ മക്കളെ പോലെ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ അവർ നോക്കത്തില്ലേ, അതുപോലെ അവരെ നമ്മൾ നോക്കണം. നമ്മൾ നട്ട് വളർത്തുന്ന ജീവജാലങ്ങളാണ് ചട്ടിയിലൊക്കെ വെച്ച് വളർത്തുന്നത്. നമ്മളെപ്പോഴും അവരെ കെയർ ചെയ്യണം. കാരണം അല്ലെങ്കിൽ പാവം കിട്ടും. എന്ത് വന്നാലും നമ്മൾ ആശുപത്രി പോകില്ലേ, നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ നമ്മൾക്ക് വെപ്രാളപ്പെടൂലേ, നമ്മൾ വേദനിക്കില്ലേ? അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ മുറിവിൽ ഞാൻ വെച്ച് കെട്ടി, മുറിവിൽ വെച്ചിട്ടുണ്ട്. വെച്ച് ഇനി അത് ഒരു സൈഡിലോട്ട് ഒതുക്കി വയ്ക്കാം. മഴയേറ്റം പെയ്യണമെങ്കിൽ അത് പോകും, സൈഡിൽ ഒതുക്കി വയ്ക്കാം. പിന്നെ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരി ഇന്നത്തെ വീഡിയോ. പിന്നെ ഇപ്പം നേരെ ഇരുട്ടി. പിന്നെ ക്രാഫ്റ്റിംഗ് കഴിഞ്ഞു, ക്രാഫ്റ്റ് ചെയ്ത് വെച്ചു. അത് സക്സസ് ആവണമല്ലേ എന്ന് അറിയത്തില്ല. എനിക്ക് വീഡിയോ പിടിച്ച് തരാനാണ് ആളില്ലാത്തത്. അതുകൊണ്ടാണ് എനിക്കത് നല്ലതുപോലെ ഞാൻ ക്രാഫ്റ്റ് ചെയ്തതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ പിടിച്ച ക്രാഫ്റ്റിംഗ് നമ്മൾ നടക്കത്തില്ല. അതുകൊണ്ട് അത് പിടിക്കുമെങ്കിൽ രക്ഷപ്പെട്ടു. നമുക്ക് കാണാം കേട്ടാ കൂട്ടുകാരെ. അടുത്ത വീഡിയോയിൽ അടുത്തത് പൊടിച്ച് വരട്ടെ. 10-15 ദിവസം എടുക്കുമെന്ന് തോന്നുന്നു. അത് പൊടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പട്ട് പോയാലും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ എന്താണ് ചെടി. ഞാൻ കുറച്ച് ബൊഗൈൻവില്ല കമ്പ് വെട്ടി വെച്ചിട്ടുള്ളൂ. കുറച്ച് ബൊഗൈൻവില്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വേണമെന്ന് പറഞ്ഞ് പൊടിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ്, അപ്പോൾ അവർക്ക് ഞാൻ കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ട്. നാളെ ഞാൻ തിരുവനന്തപുരം പോകുന്നുണ്ട്, കരൂരിൽ നിന്ന്. അപ്പോൾ അത് ഞാൻ അവിടെ കൊണ്ടുപോയി അവിടെ നട്ട് വയ്ക്കും. അപ്പോൾ അവിടെ നട്ട് വെച്ച് അവിടെ എപ്പോഴും ആൾ കാണും, അമ്മയെ കാണും. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇത് ഇത്രയും ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ നാളെ കൊണ്ടുപോകും. പിന്നെ ഇതിൻ്റെയാണ് നമ്മളെ ഓറഞ്ച്, ഹൈബ്രിഡ് ഓറഞ്ച്. ഈ കളറ് ഇതൊരു റെഡാണ്. ഇതൊരു മജന്ത പോലത്തെ ഒരു എന്തോന്ന് കളറെന്ന് ഇത് പറഞ്ഞാലും അറിയത്തില്ല. എൻ്റെ ഈ ഫോണിൽ ചിലപ്പോൾ ഈ വെട്ടം കുറവാണ്. ഇത് മഞ്ഞ, ഇത് നല്ല മഞ്ഞയല്ല, ഇതെന്തോന്നൊരു ഒരു പേരുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് വിശദീകരിച്ച് പറയാൻ അറിയത്തില്ല. ഇത് വേറൊരു തരം ഐറ്റം. അപ്പോൾ അത് വിശദീകരിച്ച് പറയാൻ അറിഞ്ഞൂടാ. അത് അവർക്ക് നട്ട് പൊടിപ്പിച്ച് എനിക്ക് കൊടുക്കണം. പിന്നെ അന്ന് ഞാൻ അടീനിയം മാറ്റി നട്ടില്ലേ, എനിക്ക് മുട്ട ഒന്നെന്ന് പറഞ്ഞില്ലേ, അത് ആ പൂത്തേ. ഞാൻ വന്നപ്പോൾ ആ പൂത്ത് നിൽക്കുകയാണ്. എൻ്റെ സുന്ദരി വാവയാണ്. കണ്ടോ കൂട്ടുകാരി, വാവയാണ്. ചെടികളെ സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ പരിപാലനവും എല്ലാം അവർ സ്വയമേ തന്നെ അവർ കണ്ടുപിടിച്ച് ചെയ്തുകൊള്ളും. കാരണം അത്ര അധികമായി സ്നേഹിക്കുന്നവർക്ക് അതൊരു സമയം പോക്കാണ്. നമ്മളെ മക്കളെ പോലെയാണ് അവർ. നമ്മളെ കെയർ ചെയ്തില്ലെങ്കിലും നമ്മൾ ആ ചെടികളെ കെയർ ചെയ്യും. അത്രയ്ക്ക് ഞാൻ അങ്ങ് തിരുവനന്തപുരത്ത് പോകുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ചെടികളെന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ബൊഗൈൻവില്ല എല്ലാം കളർ മാറിപ്പോയി കേട്ടോ. കളർ മാറി കുറേ തൊഴിഞ്ഞ്. ഇനി ഇത് പുതിയത് വരണം. പുതിയ തിളരൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഒരുപാട് തിളര് പുതിയത് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല കളർ മാറിപ്പോയി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കൂട്ടുകാരെ.